തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ ഉപകരണം കാണാതായെന്ന ആരോപണത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് DMEക്ക് വിശദീകരണം നൽകും. 2 ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഡോക്ടർ ഹാരിസ് ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വളരെ വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും അദ്ദേഹം വിശദീകരണം നൽകാനായിട്ട് പോവുകയാണ്. എപ്പോഴാണ് അദ്ദേഹം DMEയെ കാണുക? ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് DMEക്ക് വിശദീകരണം നൽകും. ഈ ഉപകരണം കാണാതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പറയുന്നത് പോലത്തെ അന്വേഷണ സമിതിയുടെ കണ്ടെത്തലിലെ പോലെയുള്ള കാര്യങ്ങളല്ല ഉള്ളതെന്നാണ് ഹാരിസ് ചിറക്കൽ വിശദീകരിക്കുന്നത്. ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന 20 ലക്ഷം രൂപ വില വരുന്ന ഉപകരണം എവിടെയും കാണാതായിട്ടില്ല. നിലവിൽ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 6 ഡോക്ടർമാരുണ്ട്. 6 ഡോക്ടർമാർക്കും ഈ ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് സംബന്ധിച്ച കാര്യത്തിൽ ഒരു ധാരണയില്ല. അതിനാൽ ഈ ഉപകരണം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഹാരിസ് ഡോക്ടർ ഈ അന്വേഷണ സമിതിയോടും പറഞ്ഞത്. ആ കാര്യങ്ങൾ തന്നെ ഇന്ന് വീണ്ടും DMEക്ക് മുൻപാകെ ആവർത്തിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ അതുപടി വരാത്തത് എന്നുള്ളൊരു ആശങ്ക ഡോക്ടർ ഹാരിസ് നേരത്തെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കാനുള്ള ഒരു തീരുമാനമാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിശ്വനാഥിൻ്റെ നേതൃത്വത്തിലെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഡോക്ടർ ഹാരിസിന്റെ അച്ചടക്കലംഘനം സംബന്ധിച്ച വിഷയത്തിലും നടത്തിയ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച വിഷയത്തിലും എന്ത് തുടർ നടപടി വേണം എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകുക. ഇന്ന് രാവിലെ തന്നെ ഈ വിശദീകരണത്തിന്മേൽ മറുപടി നൽകാനാണ് ഹാരിസിന്റെ തീരുമാനം.